ഇക്കണോമിക്സ് വൈബ്സിൻ്റെ ഇക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന ഭാഗമാണ്. മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വിവിധ സമ്പദ് വ്യവസ്ഥകളിൽ പരിഹരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥകളെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? സാധാരണയായി ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിൽ 4 പ്രധാനപ്പെട്ട ഇക്കണോമിക് ഫാക്ടേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് പറഞ്ഞിരുന്നതാണ്. ലാൻഡ് അഥവാ ഭൂമി, ലേബർ അഥവാ തൊഴിൽ, ക്യാപിറ്റൽ മൂലധനം, ഓർഗനൈസേഷൻ സംഘാടനം. ഈ 4 ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ശ്രമഫലമാണ് ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം. അതുപോലെ തരംതിരിക്കുന്നത് ഈ ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും ആരുടെ കയ്യിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉൽപ്പാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമ്പദ് വ്യവസ്ഥകളെ 3ആയി തരംതിരിക്കുന്നു. ഒന്നാമത്തത്, ഈ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ജനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണെങ്കിൽ അതിനെ നമ്മൾ സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദനോപാധികളുടെ പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും ഗവൺമെന്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലാണ്. രണ്ടാമത്തത്, ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണെങ്കിൽ അല്ലെങ്കിൽ മുതലാളിമാരുടെ കയ്യിലാണെങ്കിൽ അതിനെ നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് വിളിക്കുന്നു. ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിനും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും മുതലാളിമാർക്കും തുല്യമായി ലഭിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിനും സ്വകാര്യ വ്യക്തികൾക്കും ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഈ 3 വ്യവസ്ഥകളിൽ
പരിഹരിക്കുന്നതെന്ന് നോക്കാം. ഒരു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനത്തിലൂടെയാണ്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആർക്കാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്, ഏത് വസ്തുവിനാണ് ആളുകൾക്ക് ആവശ്യമുള്ളത്, ആവശ്യം മാത്രം പോരാ, ആ ആവശ്യത്തോടൊപ്പം വാങ്ങാനുള്ള ശേഷി അഥവാ പർച്ചേസിംഗ് പവർ ആർക്കാണ് ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് സാധനമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് വില സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് പ്ലാനിംഗ് അഥവാ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ സർക്കാരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനം ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ലാഭേച്ഛ മാത്രമല്ല, ജനക്ഷേമം കൂടി ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും എന്തുൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിക്കുന്നത് ജനങ്ങൾക്ക് ഏത് വസ്തുവാണോ ആവശ്യം, എത്ര അളവിലാണോ ആവശ്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ജനങ്ങളുടെ കയ്യിൽ വാങ്ങാനുള്ള ശേഷി ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നർത്ഥം. ഇപ്പൊ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ആസൂത്രണത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഇനി മിശ്ര സമ്പത്ത് വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവിടെ സ്വകാര്യ മേഖലയും പൊതുമേഖലയുമുണ്ട്, സർക്കാരുമുണ്ട്, സ്വകാര്യ വ്യക്തികളുമുണ്ട്. ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനവും ഒപ്പം ആസൂത്രണവും കൂടി ചേർന്നാണ്. സ്വകാര്യ മേഖല ലാഭേച്ഛയോട് കൂടി പ്രവർത്തിക്കുന്നു. സ്വകാര്യ മേഖല കൈവയ്ക്കാത്ത അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യമില്ലാത്ത മേഖലകളിൽ, അതുപോലെ തന്നെ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളെയും സർക്കാർ ഏറ്റെടുക്കുകയും അത്തരം മേഖലകളിൽ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മിക്ക സാമ്പത്തിക പ്രവർത്തനങ്ങളും കമ്പോളത്തിൽ അധിഷ്ഠിതമാണ്. കമ്പോളം പരാജയപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ സ്വകാര്യ മേഖല ഫലപ്രദമായി പ്രവർത്തിക്കാത്തിടത്ത് ഗവൺമെന്റ് ആസൂത്രണത്തിലൂടെ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. പൊതുമേഖല ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, സ്വകാര്യ മേഖല ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് വില സംവിധാനത്തിന്റെയും ആസൂത്രണത്തിന്റെയും സഹായത്തോട് കൂടിയാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് സാമ്പത്തിക ശാസ്ത്ര വിശകലന രീതിയെക്കുറിച്ചാണ്. അതായത് ഇക്കണോമിക്സിൽ ഒരു സാമ്പത്തിക നയത്തെ നമുക്ക് രണ്ട് രൂപത്തിൽ വിശദീകരിക്കും. അതിലൊന്ന് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്നും മറ്റൊന്ന് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്നും പറയും. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. പോസിറ്റീവ് ഇക്കണോമിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ വാട്ട് ഈസ് എന്നതാണ്. നമ്മളൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതെന്താണ്, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് മാത്രം നമ്മൾ പോസിറ്റീവ് ഇക്കണോമിക്സ് ചർച്ച ചെയ്യും. ഒരു കാര്യം എന്താണ്, ഫോർ എക്സാമ്പിൾ
ഡിമോണിറ്റൈസേഷൻ. നമ്മുടെ നാട്ടിൽ ഡിമോണിറ്റൈസേഷൻ ഈ അടുത്താണ് നടപ്പിലാക്കിയത്. അപ്പോൾ അത് എന്താണ് എന്ന് പറയുന്നതും അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നത് മാത്രം നമ്മൾ പോസിറ്റീവ് ഇക്കണോമിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. എന്നാൽ നോർമറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. പോസിറ്റീവ് ഇക്കണോമിക്സ് വാട്ട് ഈസ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ നോർമറ്റീവ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ പ്രാമാണിക സാമ്പത്തിക വിശകലനം ചർച്ച ചെയ്യുന്നത് വാട്ട് ഓട്ട് ടു ബി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നതുകൂടി അതിൽ ചർച്ച ചെയ്യുന്നു. അതായത് ഒരു സാമ്പത്തിക നയത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൂടിയാണ് പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രം. പോസിറ്റീവ് ഇക്കണോമിക്സിൽ നമ്മളൊരു വിഷയം എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് മാത്രം ചർച്ച ചെയ്യുമ്പോൾ ആ നയത്തിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തായിരുന്നു, ദോഷങ്ങൾ എന്തായിരുന്നു എന്നുകൂടി ചർച്ച ചെയ്യുന്നത് നോർമറ്റീവ് ഇക്കണോമിക്സിന്റെ ഭാഗമാണ്. ഇപ്പൊ ഡിമോണിറ്റൈസേഷന്റെ കാര്യത്തിൽ ആ ഡിമോണിറ്റൈസേഷൻ അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്യുന്നത് നോർമറ്റീവ് ഇക്കണോമിക്സ് ആണ്. ഡിമോണിറ്റൈസേഷൻ ആവശ്യമായിരുന്നുവോ അല്ലയോ എന്നുകൂടി നമ്മൾ നോർമറ്റീവ് ഇക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നു. ഒരു നയത്തിൻ്റെ ധാർമ്മികതയെ കൂടി നോർമറ്റീവ് ഇക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നു. അതേസമയം പോസിറ്റീവ് ഇക്കണോമിക്സിൽ ഒരു വിഷയം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, പ്രത്യാഘാതം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് മാത്രം ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രശ്നം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ നയത്തിൻ്റെ ധാർമ്മികത എന്താണ് എന്നുകൂടി നമ്മൾ നോർമറ്റീവ് ഇക്കണോമിക്സിൽ ചർച്ച ചെയ്യും. ഇതാണ് നോർമറ്റീവ് ഇക്കണോമിക്സും പോസിറ്റീവ് ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് മൈക്രോ ആൻഡ് മാക്രോ. നമ്മൾ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാക്രോ ആണ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഇക്കണോമിക്സിന്റെ രണ്ട് ബ്രാഞ്ചുകളാണ്. മൈക്രോ എന്ന വാക്ക് രൂപം കൊണ്ടത് മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആ വാക്കിനർത്ഥം ചെറുത് എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൈന്യൂട്ട് സ്റ്റഡിയാണ്. ഒരു കാര്യത്തെ സൂക്ഷ്മമായി പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക. ഒരു സാധനത്തിന്റെ വിലയെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക. കുറെ രാജ്യങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിന്റെ പ്രശ്നത്തെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക. കുറെ അസുഖങ്ങൾക്കിടയിൽ ഒരസുഖത്തെ കുറിച്ച് നമ്മൾ മാത്രം പഠിക്കുന്നു. അപ്പോൾ മൈക്രോ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് സാധാരണയായി ഡിമാൻഡ് തിയറി അല്ലെങ്കിൽ ചോദന നിയമം, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ വെൽഫെയർ തിയറീസ്, പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം, ഇതൊക്കെ നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്.
എന്നാൽ മാക്രോ എന്ന് പറയുന്നത് വലുത് എന്നർത്ഥമുള്ള മാക്രോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉണ്ടായത്. മാക്രോ അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, അതിനെ നമ്മൾ ആഗ്രിഗേറ്റ് ഇക്കണോമിക്സ് അഥവാ വരുമാന സിദ്ധാന്തം എന്നുകൂടി നമ്മൾ അതിനെ വിളിക്കുന്നു. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യത്തെ അല്ലെങ്കിൽ കാര്യങ്ങളെ സമഗ്രമായി അല്ലെങ്കിൽ മൊത്തത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം ഒരു രാജ്യത്തുള്ള മൊത്തം വ്യക്തികളെ കുറിച്ച് പഠിക്കുന്നു. ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം മൊത്തം രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഒരു രോഗത്തെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം മൊത്തം രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ടോട്ടലാണ്, അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാം നമ്മൾ നൽകുന്നത്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വലിയ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ ദേശീയ വരുമാനം, അതുപോലെ തന്നെ ടോട്ടൽ ഡിമാൻഡ്, ടോട്ടൽ സപ്ലൈ, ടോട്ടൽ എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ പൊതു വില നിലവാരം തുടങ്ങിയ കാര്യങ്ങളായിട്ട് നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനും പുറമെ ട്രേഡ് സൈക്കിൾ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, എക്കണോമിക് ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ മാക്രോ എക്കണോമിക്സിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മൈക്രോ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റഡിയും മാക്രോ എന്നത് ടോട്ടൽ സ്റ്റഡി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പഠനവുമാണ്. നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ മൊത്തത്തിൽ പഠിച്ചാൽ അതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. അതേസമയം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ഓരോരുത്തരെയും പ്രത്യേകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന് വിളിക്കും. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ് അല്ലെങ്കിൽ മൈന്യൂട്ട് സ്റ്റഡിയാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള പഠനമാണ്. ഇതുവരെ എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായി നമ്മൾ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.